കാലാനുസൃത മാറ്റമാണോ എന്ന ചോദ്യത്തിന് കാലം കടന്നുള്ള അല്ലെങ്കിൽ വൈകിയുള്ള ഒരു വിവേകം എന്നതാണ് എൻ്റെ ഒരു ടേക്ക് ഈ വിഷയത്തിൽ. ഞാൻ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. ഒന്ന്, തമിഴ്നാട്ടിൽ നിലവിൽ 29ഓളം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളുണ്ട്, 6 സ്വകാര്യ സർവകലാശാലകളുണ്ട്. കർണാടകത്തിൽ 29 സർവകലാശാലകളാണ് ഉള്ളത്, സ്വകാര്യ സർവകലാശാലകളാണുള്ളത്. ഇന്ത്യ ഒന്നാകെ നോക്കിക്കഴിഞ്ഞാൽ 433 സ്വകാര്യ സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സർവകലാശാലകൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നത്? ഇതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ അമേരിക്കയിലെ ഒരു സർവകലാശാലയുടെ കഥ പറയാം. അത് സ്റ്റാൻഫോർഡ് സർവകലാശാലയാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത് 1885കളിലാണ്. ആ സർവകലാശാല സ്ഥാപിക്കുന്നത് ജെയിൻ സ്റ്റാൻഫോർഡ് എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ മകനു വേണ്ടിയാണ് സർവകലാശാല സ്ഥാപിക്കുന്നത്. സ്വകാര്യ സർവകലാശാലയാണ് സ്റ്റാൻഫോർഡ്. ആ സ്റ്റാൻഫോർഡ് സർവകലാശാല അവിടെ വന്നതിനെ തുടർന്ന് അമേരിക്കയിൽ ഒരു മാറ്റം ഉണ്ടായി. എന്താണെന്നറിയാമോ? അമേരിക്കയിലെ സിലിക്കൺ വാലി വരുന്നത് ഈ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ റിസർച്ച് പാർക്കിൽ നിന്നാണ്. അന്നതിന് കാരണക്കാരനായത് ഈ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഡീനായിരുന്ന ഒരു ഫ്രെഡറിക് ടെർമാൻ ഉണ്ട്. ആ ഫ്രെഡറിക് ടെർമാൻ തൻ്റെ വിദ്യാർത്ഥികളെ കൂട്ടിച്ചേർത്ത് പിടിച്ചാണ് ഒരു റിസർച്ച് പാർക്ക് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ തുടങ്ങുന്നത്. ഒരു സ്വകാര്യ സർവകലാശാലയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഡീനായിരുന്ന ഒരു അധ്യാപകന് തോന്നിയ തോന്നലിൽ നിന്നാണ് ഒരു രാജ്യം സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കടന്നത് എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ഇത് അമേരിക്കയിലെ ചരിത്രമാണ്. ഇനി കേരളത്തിലൊരു ചരിത്രം. സിലിക്കൺ വാലി തുടങ്ങുന്നതും സ്റ്റാൻഫോർഡ് സർവകലാശാല റിസർച്ച് പാർക്ക് തുടങ്ങുന്നതും 1945-ലാണ്. എന്നാൽ 1968 കേരളത്തിൽ ഒരു ചരിത്രമുണ്ട്. അത് കോഴിക്കോടാണ്. കോഴിക്കോട് ഒരു സർവകലാശാല. നമുക്കതുവരെ ഒരൊറ്റ സർവകലാശാല മാത്രമേ ഉള്ളൂ. ആ കേരള സർവകലാശാല കേരളം ഒന്നാകെ നിൽക്കുന്ന ഒരു സർവകലാശാലയായിരുന്നു. ആ സർവകലാശാലയ്ക്കൊപ്പം മലബാർ മേഖലയിൽ ഒരു സർവകലാശാല വേണമെന്നുള്ളത് അന്ന് CH മുഹമ്മദ് കോയയ്ക്ക് അതിയായ ആഗ്രഹം. CH മുഹമ്മദ് കോയ അതിന് പണപ്പിരിവ് നടത്തി. അതിന് ആളുകളോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രസംഗത്തിൽ പറയുന്നൊരു വാചകമുണ്ട്: പ്രിയപ്പെട്ട മലബാറിലെ മുസ്ലിം പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് നന്നായി പലഹാരം ഉണ്ടാക്കാൻ അറിയാം, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങൾ പലഹാരമുണ്ടാക്കാൻ വേണ്ടി വയ്ക്കുന്നതിൻ്റെ ചെലവിലൊന്ന് നിങ്ങൾ കുറച്ച് മാറ്റിവെച്ചാൽ നിങ്ങൾക്കൊരു സർവകലാശാല തരാം എന്നാണ്. 1968 ഒരു ഓർഡിനൻസിലൂടെ കാലിക്കറ്റ് സർവകലാശാല തുടങ്ങിയത് CH മുഹമ്മദ് കോയ. നോക്കൂ, ആ സമയത്ത് അമേരിക്കയിൽ ഒരു സ്വകാര്യ സർവകലാശാല തുടങ്ങി സിലിക്കൺ വാലി ആരംഭിച്ച് അവിടെ നിന്നുള്ള പ്രോഡക്റ്റുകൾ, HP-യുടെ പ്രോഡക്റ്റുകളടക്കം, ഈസ്റ്റ്മാൻ്റെയും കൊഡാക്കിൻ്റെയും പ്രോഡക്റ്റുകളടക്കം പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളൊരു സർവകലാശാല തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആലോചന ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. അതിനെ വൈകിയുള്ള മാറ്റമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായിരുന്നു നമ്മുടെ സാഹചര്യം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ഒരു കൊളോണിയലിസത്തിൻ്റെ അധിക ബാധ്യത നമുക്കുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ കാലിക്കറ്റ് സർവകലാശാല തുടങ്ങുന്നു, മറ്റ് സർവകലാശാലകൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡിജിറ്റൽ സർവകലാശാലയടക്കം എത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഈ കാലത്ത് സംഭവിച്ച മാറ്റമെന്ന് പറയുന്നത് CH മുഹമ്മദ് കോയ അതിനെ കണക്കാക്കിയത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമുദായത്തെ നമുക്ക് മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് തീർച്ചയായും വിദ്യാഭ്യാസം സ്ത്രീകൾക്കും അവിടെയുള്ള മനുഷ്യർക്കും എല്ലാം മാത്രം ഒരു നാടിൻ്റെ വികസനം അതുവഴിയാണ് സാധ്യമാകേണ്ടത് എന്നതാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പം തന്നെ. അങ്ങനെ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സാമൂഹിക പുരോഗതിക്കുതകുന്ന വിദ്യാഭ്യാസം എന്ന നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകളെല്ലാം സ്ഥാപിതമായിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ 90കൾക്ക് ശേഷം ആഗോളവൽക്കരണത്തിൻ്റെ കാലം വന്നപ്പോൾ സ്വകാര്യ മൂലധനത്തെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ തീർച്ചയായിട്ടും സ്വകാര്യ നിക്ഷേപം ആവശ്യമായി വരുന്നു. വൻകിട കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിൻഡായ ആ ഉദ്യോഗ പടയെ, നിങ്ങൾക്ക് തൊഴിൽ പടയെ സൃഷ്ടിക്കേണ്ടി വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന വരുന്നു. 2000-ലാണല്ലോ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയിലൊരു പോളിസി ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. ആ പോളിസി ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയത് അംബാനിയും ബിർളയും ചേർന്നാണ്. അന്ന് CPM ഒക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു. പണാധിപത്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്, പോളിസി ഫ്രെയിംവർക്ക് ഓൺ എഡ്യൂക്കേഷൻ എന്ന 2000-ലെ ആ ഫ്രെയിംവർക്കിലാണ് സ്വകാര്യ സർവകലാശാലകളും സ്വകാര്യ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറയുന്നത്. അവിടെ സ്കിൽഡ് ആയിരിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേറ്റുകൾക്ക് തൊഴിലാളികൾ പടയെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ്. പക്ഷേ അവിടെ നിന്നും ഒരു പടി കൂടി കടന്ന് പിന്നീട് വിദേശ സർവകലാശാലയിലേക്ക് നമ്മൾ മാറുന്നു. പക്ഷേ വിദേശ സർവകലാശാലയിലേക്ക് മാറുമ്പോഴും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ എടുത്ത നയപരമായൊരു തീരുമാനമുണ്ട്. ആ നയപരമായ തീരുമാനം വിദേശ സർവകലാശാലകളെക്കുറിച്ച് 2023 ജനുവരി 7-ാം തീയതി CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ പറയുന്നു: വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഒരു കൂട്ടം ഉപരിവർഗ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സൃഷ്ടിച്ച് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കും. 2023 ജനുവരി
ജനുവരി മാസം 9-ാം തീയതിയാണ്. ആ സമയത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അന്നാണ്, ആ കാലത്താണ് ഈ നരേന്ദ്രമോദി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ സർവകലാശാലകൾ, അതും ലോകത്തെ 500 മികച്ച ഉന്നത സർവകലാശാലകളെ കേരളത്തിലേക്ക്, വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വരുന്നത്. അങ്ങ് ആ തീരുമാനത്തെ എതിർത്തുകൊണ്ടുള്ള CPM-ന്റെ പോളിറ്റ് ബ്യൂറോ സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നീട് ഇത് തിരുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വിദേശ സർവകലാശാലകളാകാം എന്ന നിലപാടിലേക്ക് CPM എത്തി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 2024 KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റിൽ വിദേശ സർവകലാശാലകളെക്കുറിച്ചുള്ള പരാമർശമുണ്ടായി. വലിയ ചർച്ചയായി. ആ സമയത്ത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് CPM പറഞ്ഞതെങ്കിലും CPM തത്വത്തിൽ നയം അപ്പോൾ തന്നെ മാറ്റിയിരുന്നു. ഈ 2023 ജനുവരി 7-ാം തീയതിയിലെ പോളിറ്റ് ബ്യൂറോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സാങ്കേതിക വിദ്യാഭ്യാസത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വിദേശ സർവകലാശാലകളാകാം എന്ന നിലപാടിലേക്ക് CPM എത്തി. പക്ഷേ കാലം ഒരുപാട് കടന്നുപോയി. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആഗോള വിദ്യാഭ്യാസ സംഗമം, അത് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സ്വകാര്യ സർവകലാശാലകളെ അനുവദിക്കാമോ എന്നതിനെക്കുറിച്ച് എന്തായിരിക്കണം റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഈ ആലോചന തന്നെ തടസ്സപ്പെടുത്തി TP ശ്രീനിവാസനെ അടിച്ചിടുമ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് സാധ്യമായിരുന്നു, വൈകിയാണ് സാധ്യമായിരിക്കുന്നതെന്നാണ്. എന്താണ് ഇതിൻ്റെ കുഴപ്പം സംഭവിച്ചത്? വൈകിയാണ് വന്നതെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളതാണ്. ഞാനതിനെ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തീരുമാനത്തിലേക്ക് എത്താൻ എന്തായിരിക്കും സർക്കാരിനെ ഇത്ര വൈകി പ്രേരിപ്പിച്ചുണ്ടാവുക? പ്രത്യയശാസ്ത്രപരമായൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താണ് ആശയപരമായ കൺഫ്യൂഷൻ? മൂലധനത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നും CPM-നെ സംബന്ധിച്ചൊരു ആശയ പ്രഹേളികയായിരുന്നു. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഗ്രാംഷി അടക്കമുള്ള ആശയങ്ങൾ, ഹിജുമണി പോലെയുള്ള ആശയങ്ങൾ നിൽക്കുന്നു, ജൈവ ബുദ്ധിജീവികളെ സൃഷ്ടിക്കുന്നത്. കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം തൊഴിൽപ്പടയെ സൃഷ്ടിക്കൽ മാത്രമല്ല, വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം അറിവിൻ്റെ കൈമാറ്റം മാത്രമല്ല, അതൊരു അധികാരഘടനയെ കൂടി നിശ്ചയിക്കുന്നതാണ് എന്നുള്ളതാണ് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ബോധ്യം. അതാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഇടതുപക്ഷ കാഴ്ചപ്പാട്. അത് പ്രത്യയശാസ്ത്ര ബന്ധിതവും അത് അധികാരഘടനയെ നിശ്ചയിക്കുന്നതുമാണ്. അപ്പോൾ വിദേശ സർവകലാശാലകൾ വന്നാൽ ആ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും, ആശയമായിരിക്കും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പകർന്നു കൊടുക്കുക എന്നതായിരുന്നു പ്രശ്നം. അതല്ലാതെ മറ്റൊരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ആശയപ്രഹേളികയുടെ നിർദ്ധാരണത്തിന് സമയമെടുത്തു, അതാണ് കാര്യം. അവിടെ എന്താ നമുക്ക് വൈകിപ്പോയത്? നമുക്ക് ഒരുപാട് വൈകിപ്പോയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തമിഴ്നാട്ടിൽ 6 സ്വകാര്യ സർവകലാശാലകളും 27 ഡീംഡ് യൂണിവേഴ്സിറ്റിയും ഉണ്ടാവുകയും കർണാടകയിൽ 29 സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാവുകയും കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ വേണമോ എന്നതിനെക്കുറിച്ച് നമ്മൾ 2025 മാത്രം ആലോചിക്കുകയും ബിർള കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് 1/4 നൂറ്റാണ്ട് പിന്നിടുകയും അബ്ദുൾ റബ്ബിൻ്റെ കാലഘട്ടത്തിൽ വന്നതിനേക്കാൾ 11 വർഷം വൈകി വരികയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ ഈ വൈകലാണ്. വൈകൽ കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടായത്? ഉദാഹരണത്തിന് നമ്മളുടെ സർവകലാശാലകളിൽ AI-യെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും വന്നത് വൈകിയല്ലേ? ഇപ്പോൾ ഗ്രാഫിനെക്കുറിച്ചുള്ള പഠനം ഡിജിറ്റൽ സർവകലാശാല നടത്തുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ എത്ര സർവകലാശാലകളിൽ ലോകത്തെ മാറ്റാൻ കഴിയുന്ന, നമ്മുടെ നാടിനെ മാറ്റാൻ കഴിയുന്ന പേറ്റൻറ്റുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ടാവും? കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് സർവകലാശാലകളിൽ. പക്ഷേ അത് മതിയോ എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ബിരുദധാരികളുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ? SSLCക്ക് മുകളിലുള്ളവരുടെ എണ്ണം 23 ലക്ഷമാണ്. 23 lakhs. ഇവരിൽ പലരും അൺസ്കിൽഡ് ആണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 3.5 ലക്ഷത്തോളം ആളുകൾ അവർ ടെക്നിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം സൃഷ്ടിച്ചെങ്കിലും ടെക്നിക്കൽ ആയിട്ട് ഫിറ്റല്ല പല ജോലിക്കും എന്ന് പ്രൂവ് ചെയ്ത് ഇപ്പോഴും കാത്തിരിക്കുന്ന മനുഷ്യരാണ്. എത്രയാണ് 2022-23 കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയതെന്നറിയാമോ? ഏകദേശം 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഒരു വർഷം കേരളത്തിൽ നിന്ന് കാനഡയിലേക്കും യൂറോപ്പിലേക്കും പോയത്. അവർ പോയതിന് മറ്റു കാരണങ്ങളുണ്ട്. അവിടെയുള്ള മൈഗ്രേഷൻ, പെർമനന്റ് റെസിഡൻസ് ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട താല്പര്യം, മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നതിനും അപ്പുറത്തേക്ക്. പക്ഷേ മികച്ച ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് തെളിയിച്ച സ്ഥാപനങ്ങളില്ലേ? ഐസർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഐസർ എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെയാണ്? ലോകമെമ്പാടുമുള്ള മികച്ച ശാസ്ത്രജ്ഞന്മാരുടെ കൂടി കോൺട്രിബ്യൂഷനോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ സംരംഭമാണ് ഐസർ എന്ന് പറയുന്ന സ്ഥാപനം. IIM-കൾ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് അതിൻ്റേതായ ഒരു റെഗുലേഷൻ ഉണ്ടാവുകയും അന്തർദേശീയ നിലവാരം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നമ്മൾ ഫ്രെഡറിക് ടെർമാനെ ഓർമ്മിക്കുന്നത്. 1945 ഒരു സിലിക്കൺ വാലിക്ക് തുടക്കം കുറിച്ച സ്റ്റാൻഫോർഡ് സർവകലാശാല. അതാണോ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ആ സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ഒരു വിങ് മാത്രമാണത്. അവിടെ സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, അവിടെ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ഗവേഷണവും ശാസ്ത്രമേഖലയിലും അവർ പഠനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ തത്വശാസ്ത്രപരമായ ഒരു ആശയപ്രഹേളികയായി ഇത് കുറച്ചു കാലം നിലനിന്നിരുന്നു. ആ പ്രഹേളികയെ മറികടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി CPM എന്നുള്ളതാണ്. CPM ഇന്നതിന് പറയുന്നത് മൂർത്തമായ ഒരു കാലത്തിന് അനുസരിച്ചിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്.
വൈകുന്നത് എന്നുള്ളതാണ്. വൈകിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ദീർഘവീക്ഷണമില്ലായ്മയാണോ എന്ന് ചോദിച്ചാൽ ഈ ആശയം അവരുടെ മുന്നിൽ ഒരു വലിയ ചലഞ്ചായി കിടന്നു എന്നുള്ളതാണ്. അതങ്ങനെ അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന ഒരു ആശയമായിരുന്നില്ല. വിദ്യാഭ്യാസത്തിനെ കാലാനുസൃതമായി നിങ്ങൾ മാറ്റുമ്പോൾ ഇപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വരാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുമ്പോൾ ഒരു അപകടം കൂടി അവിടെയുണ്ട്. അതും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ പൊതു സർവകലാശാലകൾ NIRF-ലൊക്കെ 24, 27, 47 റാങ്കുകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ സർവകലാശാലകൾ ഇനി വരാൻ പോകുന്ന മികച്ച സ്വകാര്യ സർവകലാശാലകളോട് മത്സരിക്കാൻ കഴിവുള്ളവയാണോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അതിൻ്റെ നിർവഹണം നടത്തുന്ന രീതി. രണ്ട്, അതിൻ്റെ എക്കോസിസ്റ്റം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു അസീം പ്രേംജി സർവകലാശാല കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ ആ അസീം പ്രേംജി സർവകലാശാലയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഒരു സംസ്ഥാന പൊതു സർവകലാശാലയിൽ എത്രത്തോളം പ്രതീക്ഷിക്കാൻ കഴിയും എന്നതാണ് പ്രശ്നം. രണ്ട്, അവിടെയുള്ള ഫാക്കൽറ്റികൾക്ക് മികച്ച ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ നൽകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്വകാര്യ സർവകലാശാലകളിലേക്ക് അവർ വരും. അസീം പ്രേംജി സർവകലാശാല, അശോക യൂണിവേഴ്സിറ്റിയും വളർന്നത് എങ്ങനെയാണ്? പൊതു സർവകലാശാലകളിൽ നിന്നുള്ള മികച്ച ഫാക്കൽറ്റികളെ ആകർഷിച്ചുകൊണ്ടാണ്. ഇവിടെ DA കുടിശ്ശിക ബാക്കിയുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കുള്ള റിസർച്ച് ഗ്രാൻറ്റുകൾ വെട്ടിക്കുറയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ഒരു വലിയ ആശങ്കയെ തന്നെ തുടരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും ആ തീരുമാനം എടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പോസിറ്റീവായ തീരുമാനമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ആ തീരുമാനത്തിന് ഒരു കയ്യടി കൂടിയുണ്ട്. പക്ഷേ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അവിടെ ഉണ്ടാവണം. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു സ്വകാര്യ സർവകലാശാല ബിൽ കേരളത്തിൽ വരികയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ സ്വകാര്യ സർവകലാശാലകൾ തയ്യാറാവുകയും ചെയ്താൽ അത് ഇന്ത്യക്ക് തന്നെ ഒരു മോഡലായിട്ട് മാറും. നമുക്ക് സ്വാശ്രയ മേഖലയിൽ ഒരു മോഡൽ വളരെ വൈകിയാണ് ഉണ്ടായത്. പക്ഷേ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലും അങ്ങനൊരു മോഡൽ വരുമോ എന്നുള്ളതിലാണ് എൻ്റെ ഒരു ആകാംക്ഷ. അത് വരും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. Meet the editors.